ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതി തുമ്മിക്കൊണ്ടിരിക്കുമ്പോൾ അശ്വിനത് ഇറിറ്റേഷൻ ആവുകയും, ഡാമിറ്റ്, ഇതൊന്നും ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ലല്ലോ, തുമ്മൽ വന്നാൽ പിന്നെ തുമ്മി തന്നെ തീർക്കണ്ടേ, തുമ്മി തീർത്തോ, ആര് പറഞ്ഞു തീർക്കണ്ട എന്നും പറഞ്ഞ് ബെഡ്ഷീറ്റ് വലിച്ച് ബാൽക്കണിയിൽ പോയി കിടക്കാൻ കേട്ടോ നമ്മുടെ അശ്വിൻ. അവിടെ പോയി തലണ ഇല്ലാതെയാണ് കിടക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ കിടക്കുമ്പോൾ തന്നെ തല മുട്ടാണ് കേട്ടോ. പിന്നെയും ദേഷ്യം പിടിച്ച് അവിടെ കിടക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞ് കാല് വേദനിക്കും. അതിനുശേഷം അശ്വിൻ അവിടുന്ന് എണീറ്റ് തിരിഞ്ഞു കിടക്കാണ് കേട്ടോ. അപ്പോൾ കൊതുങ്ങനെ കടിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ശ്രുതി അവിടെ നിന്ന് ചിരിക്കുകയാണ്. അങ്ങനെ തന്നെ വേണം. അശ്വിൻ്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ഡയറി എടുത്തു വെച്ച് എഴുതുക. ഞാൻ കിടന്ന അതേ ബാൽക്കണിയിൽ ഒറ്റ തുമ്മൽ കൊണ്ട് അശ്വിൻ സായിറാമിനെ തണുപ്പിൻ്റെയും കൊതുകിൻ്റെയും കൂട്ടുപിടിച്ച് കിടക്കാൻ വിട്ടു എന്നും പറഞ്ഞ് അശ്വിനെ നോക്കി ചിരിക്കുകയാണേ. അങ്ങനെ അശ്വിൻ ജോഗിങ്ങിന് പോയി വരുമ്പോൾ ശ്രുതി അത് കാണുകയും പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ എടുത്ത് ബാത്റൂമിലേക്ക് പോയി കതകടയ്ക്കാണ്. ആ സമയത്താണെങ്കിൽ അശ്വിൻ റൂമിലേക്ക് വരികയും അശ്വിൻ ടവലൊക്കെ എടുത്ത് ബാത്റൂമിൻ്റെ വാതിൽ പോയി തുറക്കാൻ പറ്റില്ല കേട്ടോ. ശ്രുതി എന്ന് വിളിക്കുമ്പോൾ ശ്രുതി പുറത്തേക്ക് വരുന്നുണ്ട്. ശ്രുതി, എനിക്ക് ആദ്യം കുളിക്കണം. ആഹാ, എനിക്കും ആദ്യം കുളിക്കണം. ശ്രുതി, എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. ഇവിടെ എന്തോരം പണി കിടക്കുന്നു, എനിക്കും കുളിക്കണ്ടേ? നിനക്ക് അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ മറ്റുള്ള ബാത്റൂം യൂസ് ചെയ്യാലോ. ഭാര്യയും ഭർത്താവും ഒരു റൂമിൽ കഴിയുമ്പോൾ മറ്റുള്ളവരുടെ ബാത്റൂം എന്തിനുപയോഗിക്കുന്നു എന്ന് മറ്റുള്ളവർ ചോദിച്ചാൽ ഞാനെന്ത് പറയും? അങ്ങനെയൊന്നും ചോദിക്കില്ല. അത് സാറിന് വെറുതെ തോന്നുന്നതാ, അല്ലെങ്കിലേ ഇവർക്ക് പല സംശയങ്ങളും തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതുകൂടെ ചോദിച്ചാൽ ഞാൻ പറയാതിരിക്കാൻ ശ്രമിക്കാം. നമ്മൾ കോൺട്രാക്റ്റിൽ ഒപ്പിട്ടിട്ടാണ് ഇങ്ങനെ ജീവിക്കുന്നതെന്ന്, 6 മാസത്തെ എഗ്രിമെന്റിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ഞാൻ മാക്സിമം പറയാതിരിക്കാൻ ശ്രമിക്കാം കേട്ടോ എന്ന് പറയുമ്പോൾ അശ്വിന് ദേഷ്യം പിടിക്കാട്ടോ. ശ്രുതി, നീ വെറുതെ തർക്കിക്കരുത്. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ആദ്യം ആര് വാഷ്റൂമിൽ കയറുന്നോ അവർക്കുള്ളതാണ് ആ ചാൻസ് എന്ന് പറയുമ്പോഴേക്കും അശ്വിൻ പെട്ടെന്ന് തന്നെ ശ്രുതിയെ തട്ടി ബാത്റൂമിൽ കയറുകയാണേ. അയ്യോ സാർ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ശ്രുതി പോയിട്ട് പുറത്തു പോയി അലക്കാണ്. ശ്രുതിയാണെങ്കിൽ പാട്ടൊക്കെ പാടിയിട്ടാണ് കേട്ടോ അലക്കുന്നത്. എന്നൊക്കെ പാടി ഇങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുമ്പോ വാട്ട് ദ ഹെൽ എന്ന് പറഞ്ഞ അശ്വിൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ശ്രുതി എന്ന് വിളിക്കുമ്പോ ശ്രുതി തിരിഞ്ഞു നോക്കണേ. നീ ഇവിടെ നിന്നാണോ അലക്കുന്നത്? അതെ സാർ, എനിക്ക് അലക്കാൻ വാഷ്റൂം ഒഴിഞ്ഞു തരുന്നില്ലല്ലോ. സോ വാട്ട്? അതിനു വേണ്ടി ഇവിടെ എത്ര വാഷിംഗ് മെഷീൻ ഒഴിഞ്ഞു കിടക്കുക? ഞാൻ എണ്ണി നോക്കിയിട്ടില്ല സർ. അതുമല്ല, എന്റെ ചുരിദാറൊന്നും വാഷിംഗ് മെഷീനിലിട്ട് അലക്കാൻ പറ്റില്ല. അതിൽ ചിക്കൻ കാരി വർക്ക് ഉള്ളതാ, അതൊക്കെ അങ്ങ് ഇളകി പോകും എന്ന് പറഞ്ഞിട്ട് പിന്നെയും ശ്രുതി എന്ന് പറഞ്ഞിട്ട് പാട്ടാടി വീണ്ടും അലക്കാണ്. അപ്പോഴേക്കും അശ്വിൻ ശ്രുതിയുടെ അടുത്തെത്തുകയും സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്, അയ്യോ സാറിന് ഈ പാട്ട് ഇഷ്ടപ്പെട്ടില്ലേ, എങ്കിൽ മാറ്റി പിടിക്കുക എന്ന് പറഞ്ഞിട്ട് താനാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുക കേട്ടോ. ഡു വൺ തിങ്, നിനക്കാദ്യം വാഷ്റൂം ഉപയോഗിക്കണം എന്നല്ലേ ഉള്ളൂ, നീ പോ എന്ന് പറയുമ്പോൾ എനിക്ക് നിർബന്ധമല്ല സർ, സാറിന് ഓഫീസിൽ പോകാനുള്ളതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ അതെങ്ങനെ ശരിയാവും സർ? അതൊക്കെ ശരിയാവും, നീ പോ ശ്രുതി എന്ന് പറയുമ്പോഴേക്കും ശ്രുതി താങ്ക് യു സർ, ആ ടാപ്പ് ഒന്ന് പൊട്ടിക്കോണേ എന്ന് പറഞ്ഞ് അങ്ങ് പോവാട്ടോ. അതെ, പെട്ടെന്ന് ഇറങ്ങിയ കൊള്ളാം, എനിക്ക് ഓഫീസിൽ പോകാനുള്ളതാ. പിന്നെന്താ സർ എന്നും പറഞ്ഞ് ശ്രുതി അങ്ങ് ബാത്റൂമിൽ കയറാണ്. അപ്പോഴേക്കും നമ്മുടെ അശ്വിൻ റൂമിൽ വരുന്നുണ്ട്. അപ്പോൾ ശ്രുതി ബാത്റൂമിന്റെ ഡോറ് തുറന്നിട്ട് സർ ഇത് സാറിന്റെയാ? അപ്പോൾ അശ്വിൻ അത് വാങ്ങിക്കാൻ പോട്ടോ. എന്നിട്ട് ബെഡിൽ കൊണ്ടുപോയി ഇടുന്ന നേരത്തെ തന്നെ സർ ഇതും സാറിന്റെയാ? അപ്പോഴേക്കും അശ്വിന് ദേഷ്യം പിടിക്കുകയും അതും വാങ്ങി ബെഡിലേക്ക് ഒരൊറ്റ ഏറാണേ. പിന്നെ ശ്രുതി സർ ഇതും സാറിന്റെയാ എന്ന് പറയുമ്പോഴേക്കും അശ്വിൻ ആകെ ചമ്മി പോവാണേ. എന്നിട്ട് അത് വാങ്ങിയിട്ട് പറയുന്നുണ്ട്, നീ പെട്ടെന്നൊന്ന് ഇറങ്ങി തരുമോ? ഇപ്പൊ ഇറങ്ങി തരാന്ന് പറഞ്ഞിട്ട് വാതിലടച്ച് കുളിക്കാൻ പോവാണ്. ആ സമയത്ത് അശ്വിൻ ബനിയനൊക്കെ ഇട്ടിട്ട് ബെഡിൽ കിടക്കാണ് കേട്ടോ. അങ്ങനെ കുറെ നേരമായിട്ടും ശ്രുതിയെ കാണാഞ്ഞിട്ട് അശ്വിൻ ഇടയ്ക്കിടയ്ക്ക് വാച്ചിലേക്ക് നോക്കുന്നുണ്ട്. അങ്ങനെ ഒന്ന് മയങ്ങി പോകുന്നുണ്ട്. അപ്പൊ ശ്രുതി വന്നിട്ട് ഒന്ന് തുമ്മാണ് കേട്ടോ. ആ സമയത്ത് പെട്ടെന്ന് തന്നെ ഉണരാണ് നമ്മുടെ അശ്വിൻ. ശ്രുതിയെ കണ്ടതും അശ്വിൻ കുളിക്കാൻ പോകുന്ന നേരത്ത് അതെ ഒന്ന് നിന്നേ, നിങ്ങൾ വലിയ അശ്വിൻ സായിറാമാണ്, ഇവിടെയുള്ളവരൊക്കെ ചൊൽപ്പടിക്ക് നിർത്താൻ അറിയുന്നവനാണ്. വാട്ട് ശ്രുതി, കം ടു ദ പോയിന്റ്, എന്താ നിനക്ക് പറയാനുള്ളത്? എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി ശ്രുതി. എനിക്ക് പറയാനുള്ളതല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വലിയ സംഭവമായിരിക്കും, പക്ഷേ നിങ്ങൾക്കിത് ചേരില്ല. ശ്രുതി, നിനക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ വ്യക്തമായിട്ട് പറ. നിങ്ങൾ കാണാൻ ഫെയർ ലുക്കിംഗ് ഒക്കെ ആണ്, ബിസിനസ് മാഗ്നറ്റ് ആണ്, പക്ഷേ നിങ്ങൾക്കിത് ചേരില്ല. വാട്ട്? നിങ്ങൾക്കിത് ഒട്ടും ചേരില്ല. നിങ്ങൾ എന്റെ ചുരിദാറിട്ട് ഓഫീസിൽ പോയാൽ അതെങ്ങനെ നിങ്ങൾക്ക് ചേരും? നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് എന്റെ ചുരിദാറാ എന്ന് പറയുമ്പോൾ അശ്വിൻ കയ്യിലേക്ക് നോക്കണേ. ആ ചുരിദാറെടുത്ത് ഒറ്റ ഏറാണ്. അപ്പോഴേക്കും അശ്വിൻ അങ്ങ് ദേഷ്യം പിടിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ പറയാം. വാട്ട് ദ ഹെൽ എന്ന് ചോദിക്കാട്ടോ നമ്മുടെ ശ്രുതി.
എന്നിട്ട് ശ്രുതി ആ ഡയറി എടുത്ത് എഴുതാണ് കേട്ടോ. അശ്വിൻ സായിറാമിനെ ഇന്ന് ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്തു, ഇനിയും അത് തുടരും, ജാഗ്രത എന്ന് പറഞ്ഞിങ്ങനെ ചിരിച്ചിരിക്കുകയാണ്.